കർമ്മധീരവും ഭക്തിനിർഭരവുമായ ഈ ലോകവാസം പൂർത്തിയാക്കി ദൈവസായുജ്യത്തിൻ്റെ നിർമ്മല ഗേഹത്തിലേക്ക് അഭിമന്യമാർ ജേക്കബ് തൂങ്കുഴി പിതാവ് യാത്രയാകുന്നു. വിളക്കുമാടത്തിൻ്റെ പുത്രനായി ജനിച്ച് മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായും തുടർന്ന് താമരശ്ശേരി രൂപതയെ ഒരു വർഷക്കാലം ധീരമായി നയിക്കുകയും ഒടുവിൽ തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി തൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെ കർമ്മപഥങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത ആ ഇടയ ശ്രേഷ്ഠൻ്റെ ജീവിതം അനേകർക്ക് വഴിവെളിച്ചമായി മാറിയ ഒരു പാഠപുസ്തകമായിരുന്നു. അർത്ഥപൂർണമായി തൻ്റെ ജീവിതം ജീവിക്കുകയും വിശുദ്ധിയുടെയും ലാളിത്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും സുരഭില ധൂപം തനിക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകരുകയും ചെയ്ത അഭിമന്യ പിതാവിൻ്റെ ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ വർഷകാലമായിരുന്നു. പാലായിലുള്ള വിളക്കുമാടത്ത് കർഷകരായ കുര്യൻ റോസ ദമ്പതികളുടെ 4ാമത്തെ മകനായി 1930 ഡിസംബർ 13 അഭിമന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് ജനിച്ചത്. പിന്നീട് കുടുംബമായി കോഴിക്കോട് തിരുവമ്പാടിയിലേക്ക് കുടിയേറുകയായിരുന്നു. ആലുവ പൊന്തിഫിക്കൽ സെമിനാരി, റോമിലെ അർബേനിയൻ സർവകലാശാല എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1956 ഡിസംബർ 22 വൈദിക ശുശ്രൂഷ ആരംഭിച്ചു. പിന്നീട് ലാറ്ററൽ സർവകലാശാലയിൽ നിന്നും കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും PhD നേടിയ അദ്ദേഹം അമേരിക്കയിലെ ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദം നേടി കേരളത്തിൽ തിരിച്ചെത്തുകയും തലശ്ശേരി രൂപതയുടെ മൈനർ സെമിനാരി റെക്ടറാവുകയും ചെയ്തു. പിന്നീട് വിവിധ മേഖലകളിലെ സ്തുത്യർഹമായ സേവനാനന്തരം 1973 തലശ്ശേരി രൂപത വിഭജിച്ച് മാനന്തവാടി രൂപത രൂപം കൊണ്ടതോടെ രൂപതയുടെ പ്രഥമ മെത്രാനായി അദ്ദേഹം നിയമിതനാകുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം കാലം മാനന്തവാടി രൂപതയിലെ കുടിയേറ്റ ജനതയുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ച അഭിമന്യ പിതാവ് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലായി വിശാലമായി വ്യാപിച്ചുകിടന്ന മാനന്തവാടി രൂപതയെ ബാലാരിഷ്ടതകൾക്ക് നടുവിലും വിജയകരമായി നയിച്ചു. രൂപതാംഗങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അജപാലന ദൗത്യം. വയനാട്ടിലെ ഇതര മതസ്ഥരുടെ പ്രശ്ന സങ്കീർണതകളിലേക്കു കൂടി കരുണയുടെ കരുതൽ സ്പർശവുമായി കടന്നു ചെന്നുകൊണ്ട് എല്ലാവരുടെയും ഇടയനായി മാറുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിർധനരായ വയനാട്ടിലെ ആദിവാസി ജനതയുടെ നൊമ്പരങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ ദൂതുമായി കടന്നു ചെന്നുകൊണ്ട് ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിരുന്നുമേശകൾ ഒരുക്കിയ ഈ ഇടയ ശ്രേഷ്ഠന് അവരോടുള്ള കരുതലിൻ്റെ പ്രത്യക്ഷ അടയാളമായിരുന്നു തിരുനെല്ലിയിൽ അദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ച ട്രൈബൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ഗോത്രജനതയുടെ ഊരുകളിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പോരാടുകയും ചെയ്ത ആ കർമ്മയോഗി റോഡ് വികസനത്തിനും വിദ്യാഭ്യാസ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇതര സാമൂഹിക വികസനങ്ങൾക്കുമായി ഭരണ നേതൃത്വത്തിൽ ഉള്ളവരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയും അവകാശങ്ങൾ അർഹതപ്പെട്ടവർക്ക് നേടിയെടുക്കുന്നതിൽ അതീവ തീഷ്ണത കാണിക്കുകയും ചെയ്തു. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചതിലൂടെ കുടിയേറ്റ ജനതയുടെ ഒട്ടേറെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും വയനാട്ടിൽ ആരംഭിക്കുന്നതിന് അദ്ദേഹം കാരണക്കാരനായി തീർന്നു. സെൻറ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ, മേരിമാത കോളേജ്, ന്യൂമാൻസ് പാരൽ കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിലൂടെ വയനാടിൻ്റെ സാംസ്കാരികവും ആരോഗ്യപരവുമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുവാൻ അഭിമന്യ പിതാവിന് സാധിച്ചു. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സൗമ്യവും ദീപ്തവുമായ ഇടപെടൽ നടത്തിയതിനോടൊപ്പം തന്നെ തൻ്റെ പ്രഥമവും പ്രധാനവുമായ അജപാലനപരമായ ആധ്യാത്മിക ദൗത്യങ്ങളിൽ തീഷ്ണമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ നിന്നും തെല്ലും അദ്ദേഹം വിമുഖത കാണിച്ചില്ല. വിശ്വാസ സമൂഹത്തിൻ്റെ ആധ്യാത്മിക നവീകരണത്തിനുതകുന്ന അനേകം കർമ്മപദ്ധതികളെ വിഭാവനം ചെയ്ത അദ്ദേഹം ഇടവക സന്ദർശനത്തിലൂടെ പുതുതലമുറയുടെ സ്വഭാവ രൂപീകരണത്തിനും ആധ്യാത്മിക പരിപോഷണത്തിനും ധാർമ്മിക സംസ്ഥാപനത്തിനും ഉതകുന്ന ഒട്ടേറെ മികച്ച പദ്ധതികൾ ആവിഷ്കരിച്ചു. മാനന്തവാടി രൂപതയിൽ സേവനം ചെയ്യാനുള്ള സിസ്റ്റേഴ്സിൻ്റെ ദൗർലഭ്യം കണക്കിലെടുത്താണ് 1978 അഭിമന്യ പിതാവ് ക്രിസ്തുദാസി സന്യാസിനി സമൂഹം സ്ഥാപിച്ചത്. 22 വർഷക്കാലം മാനന്തവാടി രൂപതയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ പിതാവിൻ്റെ സാന്നിധ്യം മാനന്തവാടി രൂപതയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു.
മാനന്തവാടി രൂപതയിലെ സ്തുത്യർഹമായ സേവനാനന്തരം തൂങ്കുഴി പിതാവ് താമരശ്ശേരിയുടെ മെത്രാനായി ഒരു വർഷക്കാലം സേവനം ചെയ്തു. 1994 ജൂൺ 11 താമരശ്ശേരി രൂപതാമെത്രാനായിരുന്ന മാർ മങ്കുഴിക്കരി പിതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് 1995 ജൂലൈ 28 മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് താമരശ്ശേരി രൂപതയുടെ ഇടയനായി ചുമതലയേറ്റത്. എന്നാൽ 1996 നവംബർ 11 തൃശൂർ അതിരൂപതാധ്യക്ഷനായിരുന്ന മാർ ജോസഫ് കുണ്ടുകുളത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൻ്റെ ആത്മീയ ആചാര്യനായി അഭിമന്യമാർ ജേക്കബ് തൂങ്കുഴി പിതാവ് 1997 ഫെബ്രുവരി 15 നിയമിതനായി. തൃശൂർ രൂപതയുടെ ആധ്യാത്മിക ഭൗതിക വളർച്ചയിൽ നിർണായക ശക്തിയായി അദ്ദേഹം എന്നും നിലകൊണ്ടു. സൗമ്യദീപ്തമായ തൻ്റെ ജീവിതത്തിലൂടെ അനേകരിലേക്ക് ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ പകർന്നു നൽകിയ അഭിമന്യമാർ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ ജീവിതം എന്നും സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരു സൂര്യ തേജസ്സായി നിലകൊള്ളുന്നു. ലാളിത്യസുന്ദരമായ ജീവിത ദർശനം കൊണ്ടും ഭക്തജീവിതത്തിൻ്റെ കുലീനത കൊണ്ടും ആത്മീയവും ഭൗതികവുമായ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പാണ്ഡിത്യം കൊണ്ടും സമ്പന്നമായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നും ഇരുളിൽ ഒരു വിളക്കുമാടം പോലെ വിശ്വാസ സമൂഹത്തിന് ദീപ്തി പകരുന്നതായിരുന്നു. അർത്ഥപൂർണമായ തൻ്റെ ജീവിതത്തിലൂടെ കാലയവനയ്ക്ക് പിന്നിലേക്ക് മറയുന്ന ആ ആത്മീയ കർമ്മയോഗിയുടെ ജീവിതം വരും കാലഘട്ടത്തിനു കൂടി വെളിച്ചമേകുന്ന സ്നേഹത്തിൻ്റെ പ്രകാശഗോപുരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മാനന്തവാടി രൂപതയുടെ ശില്പിയായ ഇടയശ്രേഷ്ഠൻ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന് മാനന്തവാടി രൂപതയുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി.